അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയങ്കരനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജമീൽ തങ്ങൾ അവർ, നാസർ ഹൈ ശിഹാബ്, പ്രിയപ്പെട്ട ഹംസ മുസ്ലിയാർ, തയ്യിബ് ഫൈസി, അബ്ദുൽ ഖാദർ ഖാസിമി, മുഹമ്മദ് ഖാസിം ഫൈസി, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള മറ്റ് നമ്മുടെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സമ്മന്നതരായ അതിൻ്റെ നേതാക്കൾ, ഭാരവാഹികൾ, മറ്റു ഉലമാക്കളും മറാക്കൾ, പ്രിയപ്പെട്ട മാനേജ്മെൻറ്റ് ഭാരവാഹികളും പ്രതിനിധികളുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാർ, സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ല അതിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സമ്മേളനമാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങളുടെ നാമധേയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു നഗറിലാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനെ കെട്ടിപ്പടുക്കുന്നതിലും അതിനെ വളർത്തുന്നതിലും അതിൻ്റെ പ്രഥമ ഫണ്ട് തൻ്റെ കോട്ടിൽ നിന്ന് തപ്പിയെടുത്ത് നൽകി ആ ബർക്കത്തായ ഏതാനും നോട്ടുകളുടെ ആ പിൻബലം കൊണ്ട് പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനം. അപ്പം അതിനുവേണ്ടി പിന്നീട് തൻ്റെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചു. ബാഫഖ് തങ്ങളും എൻ്റെ വന്യ പിതാവും അതുപോലെ തന്നെ ബാഫഖ് തങ്ങളുടെ ഉറ്റ സഹചാരിയായി കേരള രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പദവി വരെ ഉയർന്ന മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്, അവരെപ്പോലെയുള്ളവരൊക്കെ അശ്രാന്ത പരിശ്രമ ഫലമായി കെട്ടി ഉയർത്തപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. അപ്പോൾ അതിൻ്റെ ഒരു കാലത്തെ അമരക്കാരൻ്റെ പേര് തന്നെ നമ്മൾ ഈ നഗറിന് വേണ്ടി ഇവിടെ സജ്ജീകരിച്ചു. ആ ഓർമ്മകൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ ആശ്വാസവും സമാധാനവും പകരുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ബാഫഖ് തങ്ങളൊക്കെ പോലെയുള്ളവരെ ഓർമ്മിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അവരെല്ലാവരുടെയും അവിശ്രമമായിട്ടുള്ള പോരാട്ട തുല്യമായ ജീവിതം, അതാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്കും ഉയർച്ചക്കും വളർച്ചക്കും എല്ലാം നിദാനമായിട്ടുള്ളത്. ഇന്നിപ്പോൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന പേരിൽ നമുക്കൊക്കെ ഇവിടെ കൂടിയിരിക്കുവാൻ സാധിച്ചിരിക്കുന്നു. വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. നിങ്ങളുടെ കമ്മിറ്റിയുടെ കീഴിൽ ചിലപ്പോൾ ഒരു പ്രദേശത്തിലെ ഒരു മഹലിൽ 1-2 മദ്രസകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എല്ലാ മഹല്ലുകളിലും അങ്ങനെ 1-2 മദ്രസകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആയിരക്കണക്കായിട്ടുള്ള മദ്രസകൾ, ആ മദ്രസകളിലൂടെ പഠിക്കുന്ന 10,000-കണക്കായ അല്ലെങ്കിൽ ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അതിലുള്ള നമ്മുടെ ഉസ്താദുമാർ, നമ്മൾ മുഅല്ലിമീങ്ങൾ എന്ന് വിളിക്കുന്ന മദ്രസ മുഅല്ലിമീങ്ങൾ എന്ന് വിളിക്കുന്ന നമ്മുടെ ഉസ്താദുമാർ, പിന്നെ ഓരോ മദ്രസയുടെയും മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ PTA, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും വഴികാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ എല്ലാവരും. ഒരു സമാന്തരമായ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. ലോകമെമ്പാടും വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം വർദ്ധിച്ച ഒരു കാലമാണല്ലോ ഇത്. വിദ്യാഭ്യാസത്തിന് മനുഷ്യരാശിയുടെ തുടക്കം മുതൽക്ക് തന്നെ വിദ്യാഭ്യാസവുമുണ്ട്. ഇന്നത്തെ പോലെ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇപ്പോൾ മദ്രസകളുടെ ചരിത്രം പറയുമ്പോൾ തന്നെ പോത്തുപള്ളികളിൽ നിന്ന് അത് തുടക്കം കുറിച്ചു. ഇപ്പോൾ അതിനു മുമ്പ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ അവിടെ വൃക്ഷത്തണലിൽ ഇരുന്നു കൊണ്ട് ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മരച്ചുവട്ടിൽ ഗുരു ഇരിക്കുന്നു, ഗുരുവിന് ചുറ്റും ശിഷ്യഗണങ്ങളിരിക്കുന്നു. അന്ന് കടലാസും പെന്നും പേനയും ഒന്നും ഇല്ലാത്ത കാലത്ത് ഗുരുവിൻ്റെ വായിൽ നിന്നും അടർന്നു വീഴുന്ന വിജ്ഞാനത്തുമ്പുകൾ അത് പെറുക്കിയെടുത്തുകൊണ്ട് പഠിച്ച ഒരു കാലം. അപ്പോൾ മനുഷ്യരാശിയുടെ തുടക്കം അങ്ങനെയാണ്, ഭൂമിയിൽ വന്നതിന് ശേഷം. ഇനി മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു എന്നുള്ളതാണല്ലോ. മനുഷ്യനെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു.
ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിന് മാത്രമേ പഠിച്ചിട്ട് കൊടുത്തുള്ളൂ. അല്ല അന്ന് ആ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വർഗത്തിലുണ്ടായിരുന്ന മാലാഖമാർക്ക് അള്ളാഹു ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മലക്കുകൾ അതിന് അള്ളാഹുവിനോട് പരിഭവം പറയുന്നുണ്ട്. നീ പഠിപ്പിച്ചു തന്നേ ഞങ്ങൾക്ക് അറിയുള്ളൂ, അല്ലാത്തൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ആദം നബി അലൈഹി ഇസ്ലാമിന് അവർക്കൊന്നുമില്ലാത്ത ഒരുപാട് വിജ്ഞാനത്തെ അള്ളാഹു തുടക്കം മുതൽക്ക് തന്നെ പഠിപ്പിക്കുകയാണ്. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിധി എന്നുള്ളത് ആദം നബി അലൈഹി ഇസ്ലാമിന് ഭൂമിയിലാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനും പുത്ര പരമ്പരകൾക്കും ഭൂമിയിലാണ് വാസസ്ഥലമായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്ന ഓരോരുത്തർക്കും നമ്മുടെ ഒരു രാജ്യത്ത്, നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ ആവശ്യമായും അതുപോലെ തന്നെ നമ്മളവിടെ എത്തുമ്പോൾ ആ എത്തുന്ന സ്ഥലത്ത് നമുക്ക് ആവശ്യമായതുമായിട്ടുള്ളൊക്കെ കാര്യങ്ങൾ, വസ്തുക്കൾ, വിഭവങ്ങൾ, ഇതൊക്കെ തന്നെ യാത്രയിൽ നമ്മൾ സംഭരിച്ച് കൊണ്ടുപോകേണ്ടത് ഒരു ഉത്തരവാദിത്തമാണല്ലോ. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഫാസ്റ്റ് ഫുഡും മറ്റൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. അതേ അവസരത്തിൽ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഒരു യാത്ര നമ്മൾ പുറപ്പെടുമ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും സൗകര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണേണ്ടി വരും. അപ്പോൾ ഭൂമിയിലേക്കാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ നിയോഗം എന്ന് അള്ളാഹു ആദ്യമേ നിശ്ചയിച്ചതാണ്. ആ നിശ്ചയത്തെ തുടർന്നാണ് സ്വർഗത്തിൽ നിന്നും ആദം നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങോട്ടേക്ക് പോരേണ്ടി വന്നത്. ആ ചരിത്രം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമും ബീബി ഹവ്വ റളിയല്ലാഹു അൻഹയും അവർ ഭൂമിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഭൂമിയിലേക്ക് എത്തിയാൽ ഇവിടെ ജീവിക്കണമെങ്കിൽ അറിവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ മുൻകൂട്ടി തന്നെ സ്വർഗത്തിൽ വെച്ച് തന്നെ അള്ളാഹു ആ അനുഭവജ്ഞാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതുക്കി കൊടുത്തു എന്നുള്ളതാണ്. പുതുക്കൽ ഏറ്റവും ആവശ്യമാണല്ലോ. ഇന്നിപ്പോൾ കമ്പ്യൂട്ടർ പുതുക്കുന്ന ഒരു സംഭവമാണല്ലോ. IT-യുടെയൊക്കെ ഈ കാലത്ത് അപ്ഡേഷൻ എന്ന് നമ്മൾ പറയും. മൊബൈലിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ അപ്ഡേഷൻ അള്ളാഹു ആദ്യമേ നിർവഹിച്ചിട്ടുണ്ട്. മനുഷ്യരാശിയുടെ തുടക്കം മുതൽക്ക് തന്നെ അള്ളാഹു അപ്ഡേഷൻ നിർവഹിച്ചു. ആ അപ്ഡേഷനാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേന നടത്തിക്കൊണ്ടിരുന്നത്. ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചക പരമ്പരകൾക്ക് അള്ളാഹു അത് എത്തിച്ചു കൊടുത്തു. കാലാകാലങ്ങളിലായിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അതിനു വേണ്ടി മാത്രം നിയോഗിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം അത് നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലെത്തിയ ആ മനുഷ്യ പരമ്പര പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനാണ് പിന്നീട് അറിവിൻ്റെ അന്തിമ വാക്കായി ലോകം തന്നെ അംഗീകരിക്കുന്നത്. മനുഷ്യരാശിയുടെ ജീവിത സാഹചര്യങ്ങളുടെ ഏത് മേഖലയിലും പരിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നുണ്ട്. ജനിച്ച് വീഴുന്നത് മുതലല്ല, ഒരു പുത്രൻ ജനിക്കണമെങ്കിൽ, ഒരു പുത്രി ജനിക്കണമെങ്കിൽ അതിനു മുമ്പ് മാതാപിതാക്കൾ അവരെന്നുള്ള ഒരു സംഭവം വേണമല്ലോ. ആ മാതാപിതാക്കൾ അനുവർത്തിക്കേണ്ട, ഭാര്യ ഭർത്താക്കന്മാർ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിനുമുമ്പ് അവരുടെ മാതാപിതാക്കൾ ഉണ്ടാവും. ഭാര്യ ഭർത്താക്കളാകുന്ന ഒരു ചെറുപ്പക്കാരിയും അവരുടെ മാതാപിതാക്കൾ അവരനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യരാശിയുടെ തുടക്കം തൊട്ട് തന്നെ അവൻ്റെ മരണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുകയാണ്. മനുഷ്യനെ മാത്രം ബാധിക്കുന്നതല്ല, അവൻ താമസിക്കുന്ന സ്ഥലം, അവൻ അധിവസിക്കുന്ന അവൻ്റെ ഭവനം, അവൻ്റെ അയൽവാസികൾ, ആ ഭവനത്തിൽ അവൻ്റെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ആരെല്ലാമാണോ വീട്ടിലുള്ളത് അവരോടൊക്കെയുള്ള പെരുമാറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങി അതിനൊരു രാഷ്ട്ര സംവിധാനത്തിലേക്ക് വളർന്ന് ഉയർന്നു വരുന്ന രീതിയിലേക്ക് മനുഷ്യ ജീവിതം വളരുമ്പോൾ അതെല്ലാം ആവശ്യമായിട്ടുള്ള വിജ്ഞാനത്തെ അള്ളാഹു അവിടെ കുറിച്ച് വെക്കുകയാണ്. അത് രാഷ്ട്രത്തിനപ്പുറത്തും അതെത്തുന്നു, അത് ശാസ്ത്രത്തെ എത്തുന്നു, അതുപോലത്തെ സാങ്കേതിക വിദ്യകളിലേക്ക് അതെത്തുന്നു, ആറ്റോമിക് എനർജിയിലേക്ക് അതെത്തുന്നു, സോളാർ എനർജിയിലേക്ക് അതെത്തുന്നു, ബഹിരാകാശത്തേക്കും ആകാശങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളിലേക്കും, ഗ്രഹങ്ങളിലേക്കും ഗോളങ്ങളിലേക്കും ഒക്കെ അത് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ, സമുദ്രത്തിലേക്കാണെങ്കിൽ ഇന്നും ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. ആ സമുദ്രങ്ങളിലെ അടിത്തട്ടിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളെക്കുറിച്ച്
സാധാരണഗതിയിൽ നമ്മൾ ശാസ്ത്രം പറയുന്നത് എന്താണ്? സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ചെടിയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ തെങ്ങ് കുഴിച്ചിടുമ്പോഴും കഴുങ്ങൊക്കെ കുഴിച്ചിടുമ്പോഴും നല്ല പ്രകാശമുള്ള സ്ഥലത്തല്ലേ കുഴിച്ചിടുള്ളൂ, അവിടെ വളരുള്ളൂ. കാരണം സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ആ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന സംഭവം, അത് നമ്മുടെ വൃക്ഷങ്ങളത് ആഗിരണം ചെയ്യുന്നു. അങ്ങനെ അവർക്ക് അതിലൂടെ വളരാൻ കഴിയുന്നു. വൃക്ഷങ്ങൾ ഓക്സിജൻ പുറത്തു വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തു വിടുന്നു. ഇതൊക്കെ വൃക്ഷങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. എന്നാൽ സമുദ്രത്തിനടിയിലും വൃക്ഷങ്ങളുണ്ട്. സമുദ്രത്തിൽ എത്രയോ കിലോമീറ്ററുകൾ അടിയിലാണ്, അവിടെയും വൃക്ഷങ്ങളുണ്ട്. പ്രകാശം ഒട്ടും ഇല്ലതാനും, എന്നിട്ടും അത് വളരുന്നുണ്ട്. അവിടെ ഓക്സിജൻ സ്വീകരിക്കുന്നോ കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നോ അത് നമുക്കറിയില്ല, പക്ഷെ അവ വളരുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിപാദിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിന് ഇപ്പോഴേ അത് കാണുന്നുള്ളൂ, അതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ സാധനങ്ങൾ ഉണ്ടെന്ന്. കാരണം ഇപ്പോഴുള്ള അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ശാസ്ത്രത്തിന് ഉണ്ടാകുന്നത്. അതിൻ്റെ അടിയിലേക്ക് പോകാനും അതിനുള്ള ക്യാമറ വേണം, അതിനുള്ള മറ്റ് ലെൻസുകൾ വേണം. അതൊക്കെ അടുത്ത കാലത്താണ്. ശാസ്ത്രം ഈ കാലത്ത് നേടിയ അറിവിനേക്കാളും നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഖുർആൻ ആ കാര്യങ്ങളിൽ അറിവ് പകരുന്നുണ്ട്. സമുദ്രത്തിൻ്റെ അന്തർധാരകളിലുള്ള ജീവികളെക്കുറിച്ച്, അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഒക്കെ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും അന്തിമമായ വാക്കായി വിശുദ്ധ ഖുർആൻ ലോകത്ത് നിന്ന് അറിയപ്പെടുകയാണ്. അപ്പോൾ ആ ഖുർആനിൻ്റെ പ്രചാരണത്തിൽ, ആ ഖുർആനിൻ്റെ അറിവുകളാണ് മുസ്ലിം സമൂഹത്തെയും കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നുള്ള വലിയ പദവിയിലേക്ക് മുസ്ലിം സമുദായത്തെ ഉയർത്തുന്നതും പരിശുദ്ധ ഖുർആൻ നൽകുന്ന അറിവുകളാണ്. ആ അറിവിൻ്റെ സഞ്ചാരമാണ്. പ്രവാചകന്മാരൊക്കെ തന്നെ സഞ്ചരിക്കുന്നവരാണ്. ഒരു പ്രവാചകന്മാരും സഞ്ചരിക്കാതിരുന്നിട്ടില്ല. ഏതൊരു പ്രവാചകൻ്റെ ജീവിതം പരിശോധിച്ചാലും അവരൊരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കും. അവരുടെ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചിട്ടുണ്ട്. മക്കയിൽ പൂജാതരായി. മക്കയിൽ തന്നെ അവിടത്തേക്ക് ജീവിക്കാമായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ വിധി എന്താണ്? മദീനയിലേക്ക് സഞ്ചരിക്കാനാണ് പറഞ്ഞത്. ഹിജ്റ എന്ന ചരിത്ര സംഭവം. അപ്പോൾ അത് പ്രവാചകത്വ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സഞ്ചാരം എന്നുള്ളത്. അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാൾക്കും വീട്ടിൽ അടങ്ങി വരുന്നതുകൊണ്ട് ജീവിക്കാൻ കഴിയുകയില്ല ഇന്നത്തെ കാലത്ത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഞ്ചാരം, അവൻ്റെ സഞ്ചാരപഥം, അവൻ്റെ സഞ്ചാരത്തിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അത് പരിശുദ്ധ ഖുർആൻ നൽകുകയാണ്. പരിശുദ്ധ ഖുർആനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഞ്ചാര മാർഗങ്ങൾ നിശ്ചയിക്കുന്നത്. ആ സഞ്ചാരമാർഗങ്ങളെ നമുക്ക് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്, അറിയിച്ച് കൊടുക്കേണ്ടതുണ്ട്. അത് ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. നേരത്തെ ഓത്തുപള്ളി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള പ്രായമുള്ളവർക്കൊക്കെ അതറിയാം. നമുക്കൊന്നും അറിയില്ല, പ്രായമുള്ള ആളുകൾക്കൊക്കെ അതറിയാം. ആ ഒത്തുപള്ളികളിലൂടെ പ്രായമുള്ള മൊല്ലാക്കന്മാർ മാത്രമല്ല, നമ്മൾ മൊല്ലാച്ചിമാരെന്ന് പറയുന്ന അന്നത്തെ സഹോദരിമാരും അയൽപക്കത്തുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഇൽമ പകർന്നു കൊടുക്കുവാൻ തയ്യാറായിരുന്നു. കാരണം അവരും വന്ന് പഠിച്ചവരാണെന്നുള്ളത് കൊണ്ടാണ്. മലയാളത്തിൽ ഇവിടെ നോവല് ഇന്ദുലേഖ എന്നുള്ള നോവലാണ്. നോവലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എം ടിയെ കുറിച്ച് ഓർക്കുന്നു. എം ടി വാസുദേവൻ നായർ ഇവിടെ നിലയുടെ തീരത്ത് കൂടല്ലൂരിൽ, എടപ്പാടിനപ്പുറത്ത്, അവിടെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ഒരുപാട് കഥകളും കവിതകളും നോവലുകളും ഒക്കെ രചിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പം അദ്ദേഹത്തെ പോലെയുള്ളവരൊക്കെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ളവരും പറഞ്ഞിട്ടുള്ളവരുമാണ്. അതൊക്കെ അടുത്ത കാലത്ത്. അപ്പം അതിനു മുമ്പ് തന്നെ ഇന്ദുലേഖ എന്നുള്ള നോവലാണ് മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ചു വന്നത്. എന്നാൽ ഇന്ദുലേഖ ചന്തുമേനോൻ അത് എഴുതി
ഇന്ദുലേഖ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ, അത് മലയാളത്തിലുള്ള നോവൽ, അതിനു മുമ്പ് തന്നെ നമ്മുടെ മാപ്പിളമാരായിട്ടുള്ള പുരുഷന്മാരും മാപ്പിളമാരായിട്ടുള്ള സ്ത്രീകളും അതിനു മുമ്പ് തന്നെ നോവലുകളൊക്കെ വായിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതായത് മലയാളത്തിൽ ലിപി കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അവർ മലയാളത്തിലുള്ള നോവൽ വായിച്ചിരുന്നു. അപ്പം എങ്ങനെ മലയാളത്തിലുള്ള നോവൽ? അറബി മലയാളത്തിലുള്ള നോവൽ. അറബി മലയാളത്തെ കളിയാക്കുമെന്നും വേണ്ട. ഇന്നിപ്പോൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇംഗ്ലീഷ് അറിഞ്ഞൂട്ടാ. മംഗ്ലീഷല്ലേ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നത്. മലയാളം ഇംഗ്ലീഷ് ലെറ്ററിലൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു കാലത്തിന്, ഇപ്പോഴത്തെ കാലത്ത് മംഗ്ലീഷ് വേണം എന്നതുപോലെ അന്നത്തെ കാലത്ത് അറബി മലയാളം വേണ്ടിയിരുന്നു എന്നതുകൊണ്ടാണ്. അതെല്ലാ നാട്ടിലുണ്ടായിട്ടുണ്ട്. മലേഷ്യയിൽ പോയാൽ അവിടുത്തെ ലിപി അറബിയിലായിരുന്നു, ഭാഷ മലായി ഭാഷ ആവും. ഇന്തോനേഷ്യയിൽ ലിപി അറബിയിലാണ്, ഭാഷ ഇന്തോനേഷ്യൻ ഭാഷയാണ്. ഇവിടെ നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. തൈപൈസയിലുണ്ട് നമ്മൾ തങ്ങളൊക്കെ. ബുഖാറിയിലും സമ്പർക്കത്തിലും റഷ്യൻ രാജ്യങ്ങളിലും പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട്. അവിടുന്ന് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളല്ല, പക്ഷെ അവരുടെ ലിപി അറബിയിലാണ്, ഭാഷ അവരുടെ ഭാഷയാണ്. അപ്പം അറബിയുടെ പറ്റി ഏത് ഭാഷക്കും ഇണങ്ങുന്ന ലിപി അറബിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും സ്ഥിതി തന്നെയാണ്. അറബി ലിപിയാണ്, ഭാഷ വേറെയായിരിക്കും. അപ്പോൾ കേരളത്തിലും അറബികളുമായിട്ടുള്ള ബന്ധം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ തുടങ്ങി. ആ ബന്ധത്തിൻ്റെ ഫലമായി അറബിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നഫീസത്തുമാല പോലെയുള്ള ഒരു ഉദാഹരണമാണ്. നഫീസത്തുമാലയെ പോലെയുള്ള ആഖ്യായികകൾ, അതുപോലെയുള്ള കൃതികൾ, അത് പണ്ഡിതന്മാർ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നു, അറബി ലിപിയിൽ എഴുതിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ മലയാളം ലിപി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ മാപ്പിളമാരായ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. അവരാണ് പിന്നെ മൊല്ലാക്കന്മാരെന്നറിയപ്പെട്ടത്. മറ്റുള്ളവർ മൊല്ലാച്ചിമാരും എന്നറിയപ്പെട്ടു. അപ്പോൾ ആ കാലത്ത് തന്നെ ഈ അറബ് പഠനം, മതപഠനം അത് അവർ നിർവഹിച്ചു കൊണ്ടിരുന്നു, അവർ നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ അത് ശാസ്ത്രീയമായ രീതിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് നേരത്തെ പറഞ്ഞ മഹാനായ ബാഫികളും അന്നത്തെ സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ, വരക്കൽമിലൊക്കെ തങ്ങൾ മുതലുള്ള സമുന്നതരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ, അവരൊക്കെ കൂടി യോജിച്ച് ചേർന്നുകൊണ്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. 7 പതിറ്റാണ്ട് കൊണ്ട് അത് നിലവിൽ വന്നു. അതിന് കീഴിൽ മദ്രസ പ്രസ്ഥാനമുണ്ടായി. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനം അതാണ് മദ്രസ പ്രസ്ഥാനം. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, ലോക്സഭ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞല്ലോ, മദ്രസകളിലൊന്നും, കാരണം മദ്രസകളെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇവിടെ തീവ്രവാദവും ഭീകരവാദവും ആയുധ പരിശീലനമൊക്കെയാണ് കൊടുക്കുന്നതെന്ന് BJP പ്രചരിപ്പിച്ചു. അപ്പം അവരുടെ ലോകസഭ തന്നെ അവിടെ അവതരിപ്പിക്കപ്പെട്ടു, മദ്രസയിലൊന്നും പ്രശ്നമില്ല, ഇന്ത്യയിലെ മദ്രസകളൊന്നും അങ്ങനത്തെ മദ്രസകളല്ല എന്ന് പറഞ്ഞു. മുമ്പ് തന്നെ വാജ്പേയി ഭരിച്ചപ്പോഴും സംഭവം ഉണ്ടായി. അന്ന് ആഗോളതലത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. അമേരിക്കയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അമേരിക്ക പറഞ്ഞ് ലോകത്തെ മദ്രസകളിലൊക്കെ ആയുധ പരിശീലനമാണ്. കാരണം അവരുണ്ടാക്കിയ മദ്രസ ഉണ്ട് ലോകത്ത് കുറേ, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ. കാരണം അവിടുത്തെ തദ്ദേശീയ ഗവൺമെൻറ്റുകൾക്കെതിരെ അവിടുത്തെ ആൾക്കാരെ തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ മതപഠന കേന്ദ്രങ്ങൾ തുടങ്ങും. പേരിന് മതപഠന കേന്ദ്രവും പരിശീലിപ്പിക്കും. ആയുധ പരിശീലനമാണ് അവിടെ നടക്കുക. അമേരിക്ക പിന്നെ പറഞ്ഞ ലോകത്ത് എല്ലായിടത്തും, കാരണം അവർക്ക് തന്നെ തിരിച്ചടിയായി താലിബാനൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പോൾ എല്ലാ മദ്രസയിലും തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് അമേരിക്ക പ്രചരിപ്പിച്ചപ്പോൾ, ഇന്ത്യയിലും അതിൻ്റെ പ്രചാരണം ഉണ്ടായപ്പോൾ, അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലമാണ്, അന്നത്തെ സർക്കാർ അന്വേഷിക്കാൻ നിർബന്ധിതരായി. അന്നത്തെ പാർലമെൻറ്റിൽ തന്നെ അത് ചർച്ച ചെയ്തു. പാർലമെൻറ്റ് അതിനെ അന്വേഷിച്ചു റിപ്പോർട്ട് നേടി. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് എന്താണ്? ഇന്ത്യയിലെ മദ്രസ ഒന്നും അങ്ങനത്തെ കാര്യങ്ങൾ മദ്രസ അല്ല. ഇന്ത്യയിലെ മദ്രസകൾ അത് മതപഠനം നടത്തുന്ന മദ്രസയാണ്. അത് ആയുധ പരിശീലനം
മറ്റുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തന്നെ നമ്മുടെ ലോക്സഭ വോട്ട് നൽകപ്പെട്ടതാണ്. അതിപ്പോൾ ഒന്നുകൂടി പുതുക്കി. അപ്പോൾ നമ്മുടെ മദ്രസകളുടെ പിന്നെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ സംസ്കാരമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദ്രസയിലെ അഖ്ലാഖുകൾ പഠിച്ചു ഇപ്പോൾ വായിച്ചു നോക്കി. ഒരു 5ാം ക്ലാസ് വരെയുള്ള അഖ്ലാഖ് വായിച്ചാൽ അത് ഇന്നത്തെ മാനേജ്മെൻറ്റ് ക്ലാസ്സാണ്. അതായത് ഇന്നിപ്പോൾ പല കമ്പനികളും ഇപ്പോൾ കുറേ ചെറുപ്പക്കാർക്ക് നല്ല ജോലി സാധ്യത കിട്ടുന്നുണ്ടല്ലോ. IT കമ്പനികളും മറ്റെല്ലാ കമ്പനികളുമായിട്ടൊക്കെ എല്ലാ വലിയ ചെറുപ്പക്കാർക്കൊക്കെ ജോലി ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കമ്പനികൾ അവരുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, കമ്പനി പ്രവർത്തനം മെച്ചപ്പെടുത്താൻ. ഈ സ്റ്റാഫിൻ്റെ സ്വഭാവം നന്നാണല്ലോ. അപ്പോൾ ആ സ്റ്റാഫിന് കൊടുക്കുന്ന മാനേജ്മെൻറ്റ് കോഴ്സ് നമ്മൾ അഖ്ലാഖ് പഠിച്ച സംഗതികളാണ്. അപ്പോൾ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. അഖ്ലാഖിൽ നമ്മുടെ മദ്രസയിൽ ചെറുപ്പം തൊട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മാനേജ്മെൻറ്റ് ക്ലാസ്സുകളിലൂടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഖ്ലാഖിൽ പഠിക്കുന്ന കാര്യം നമ്മൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അത് സമൂഹത്തിന് മുഴുവനും പ്രയോജനപ്രദമായിട്ടുള്ള വിജ്ഞാനമാണ്. ക്യാരക്ടർഷിപ്പ് അത് പ്രധാനമാണല്ലോ. ഏത് മേഖലയിൽ നമ്മുടെ ക്യാരക്ടർഷിപ്പ് നമ്മൾ നന്നാക്കണം. നമ്മുടെ പെരുമാറ്റശീലം കമ്പനികൾക്കൊക്കെ അത് പ്രധാനമാണല്ലോ. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു സപ്ലൈ, അവൻ്റെ ക്യാരക്ടർഷിപ്പ് മോശമായാലും ഹോട്ടലിന് കച്ചവടം പോകും, പിന്നെ ആൾക്കാർ അവിടെ കയറൂല. ഇപ്പോഴത്തെ ഹോട്ടലിലൊക്കെ കണ്ടില്ല എത്ര നല്ല മനോഹരമായ രീതിയിലാണ് അവർ നമ്മളോടൊക്കെ പരിചരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. അത് ബിസിനസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ജീവിതമാകുന്ന ബിസിനസ്, ആ ബിസിനസ് വളരണമെങ്കിൽ നമ്മുടെ സ്വഭാവം നന്നാവണം. നമ്മളൊക്കെ ജീവിതം തന്നെ ബിസിനസ്സായി കാണുന്നവരാണല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതമാകുന്ന ബിസിനസ് നമുക്ക് വിജയിപ്പിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ ജീവിതമാകുന്ന ബിസിനസ് വിജയിച്ചാൽ അതിന് ലാഭം നമുക്ക് നാളെ ആഖിറത്തിൽ കൊയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളത് ആഖിറത്തിലാണ്. അതായത് ഇസ്ലാമിക ബിസിനസ്സിൻ്റെ വിജയം ആഖിറത്തിലാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇവിടെ നിന്ന് ലാഭം ഉണ്ടാക്കാൻ നോക്കണ്ട. ഇവിടെ നമുക്ക് വിചാരിച്ച ഈ ലാഭം കിട്ടിയെന്ന് തോന്നുകയില്ല. പക്ഷേ ആഖിറത്തിൽ ഇസ്ലാമിക ജീവിതമാകുന്ന ബിസിനസ്സിൻ്റെ ലാഭം നമുക്ക് ആഖിറത്തിലാണ്. അവിടെയാണ് നമുക്ക് കരുതി വെച്ചത്. അവിടെ നമുക്ക് നല്ല റെക്കോർഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇസ്ലാമികമായ ആ ബിസിനസ്സിൽ വിജയിച്ചവർക്ക് അവിടെ ആ റെക്കോർഡ് ലഭിക്കും. വലത്തെ കയ്യിലാണ് തരിക. ഇവിടെ ജീവിതത്തിലെ നമ്മുടെ ആ സ്വഭാവം നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിലും നാളെ റെക്കോർഡ് ലഭിക്കും. അത് നമുക്ക് ഇടത്തെ കയ്യിലാണ് തരിക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വലത് കയ്യിൽ നമ്മുടെ ഹിസാബിൻ്റെ കിതാബുകൾ ലഭിക്കപ്പെടുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ ആ കിതാബ് മെച്ചപ്പെടുത്തണം, ആ ജീവിതം മെച്ചപ്പെടുത്തണം. അതിനുള്ള അറിവാണ് ചെറുപ്പം തൊട്ട് തന്നെ മദ്രസകളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം വഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെയൊക്കെ ആ വലിയ പങ്കാളിത്തം എപ്പോഴും അനിവാര്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിൽ നമ്മളെ മുഅല്ലിമീങ്ങളെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ മേഖലയും നല്ല ശമ്പളം കിട്ടുന്ന ഒരു കാലമാണല്ലോ. കാരണം ജീവിത നിലവാരം കൂടി. അമേരിക്കയുടെ ജീവിത നിലവാരവും കേരളത്തിലെ ജീവിത നിലവാരവും ഇപ്പോൾ ഒരുപോലെയാണെന്നാണ് പറയുന്നത്. നമ്മൾ മോശക്കാരല്ല. അമേരിക്കൻ ഐക്യനാടുകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരമുണ്ട്. ആ നിലവാരമാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതാണിപ്പോൾ കേരളത്തിലുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാമല്ലോ. അപ്പോൾ ഇവിടെ ജീവിത നിലവാരം കൂടുമ്പോൾ അതിന് ചിലവും കൂടും. അപ്പോൾ ആ ചിലവ് നമ്മുടെ മുഅല്ലിമീങ്ങൾക്ക് കൂടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കുറച്ച് സഹായിക്കാൻ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ പറയാറുണ്ട്. കാരണം അവരാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു, അവർക്ക് ചെലവ് കൊടുക്കുന്നു, ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഈ കാലത്ത് എന്തെല്ലാമാണോ കുട്ടികളുടെ ജീവിതത്തിലൂടെ അവർക്ക് ആസ്വദിക്കാൻ വേണ്ടത്, അതൊക്കെ
നൽകുന്നതിന് വേണ്ടി മാതാപിതാക്കൾ തയ്യാറാകുന്നു. എന്നാൽ അവർക്ക് ആ ജീവിത വിജയത്തിനാവശ്യമായിട്ടുള്ള ക്യാരക്ടർഷിപ്പ്, നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടർഷിപ്പ് അവർക്ക് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ മുഅല്ലിമീങ്ങളാണ്. നമ്മൾ മദ്രസയിൽ ഉസ്താദുമാരെന്ന് വിളിക്കുന്ന ആ സഹോദരങ്ങളാണ്. അവരാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ക്യാരക്ടർഷിപ്പ് നിർണ്ണയിക്കുന്നതും അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അവരാണ് കേരളത്തിൻ്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദം എവിടെയെങ്കിലും തടസ്സമാകുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എങ്ങോട്ടാ? നമ്മുടെ സമുദായത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത്. നമ്മുടെ സമുദായം മുന്നിട്ടിറങ്ങണം, എന്നാലാണ് മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടുക എന്ന് മറ്റുള്ളവരാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും പോകേണ്ടി വരും. ചിലർ അതിനും വിമർശിക്കാറുണ്ട്, എന്തിനാ അവിടെ പോകണം ഇവിടെ പോകണമെന്നൊക്കെ. നമ്മൾ പോകേണ്ടി വരികയാണ്, അത് മനസ്സിലാക്കണം. നമ്മൾ പോയില്ലെങ്കിൽ അത് അപകടപ്പെടുമെന്ന് നമ്മളല്ല പറയുന്നത്, മറ്റുള്ളവരാ പറയുന്നത്. അവരാണത് ആഗ്രഹിക്കുന്നത്. കാരണം പൊതുവായ രീതി അതാണ്. മുസ്ലിങ്ങൾ സമാധാന പ്രിയരാണ്, അവർ കുഴപ്പക്കാരല്ല, സൗഹാർദ്ദത്തിൻ്റെ വക്താക്കളാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം നേതാക്കൾ ഇപ്പോൾ വനമ്പത്ത് എന്താ സംഭവിച്ച്? വനമ്പത്ത് ആ ഇഷ്യൂ പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ മുസ്ലിം നേതാക്കൾ അവിടെ ഇടപെട്ടു. അവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ആശ്വാസം കൊടുത്തു. അവർ പറഞ്ഞു വിഷയം പലതുണ്ടാവും, പക്ഷെ അവിടെ സമാധാനത്തിന് പങ്കുണ്ടാകാൻ പാടില്ല. അവിടെ ഇപ്പോൾ പല കാരണങ്ങളാലും അവിടെ പുരയെടുത്ത് കഴിയുന്നവരുണ്ട്. അവരൊക്കെ ഒരു രാത്രി കൊണ്ട് അവിടെ ഇറക്കി വിടാൻ പറ്റുമോ? അത് മനുഷ്യത്വപരമാണോ? മനുഷ്യത്വപരമല്ലാത്ത ആ കാര്യത്തിന് മുസ്ലിം സംഘടനകൾ, മുസ്ലിം സമുദായം അതിനനുകൂലമല്ല എന്ന് മുനമ്പത്തെ നിവാസികൾക്ക് ഉറപ്പ് കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അതുകൊണ്ടിപ്പോൾ അവർ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും. സർക്കാരാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത്. സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യണം, അത് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വഖഫ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. വഖഫ് ബോർഡുണ്ട്, ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്. അതാണ് മുസ്ലിം സംഘടന പറഞ്ഞത്, നിയമപരമായും വസ്തുതാപരമായും അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് സർക്കാർ ചെയ്യണം, അത് നമ്മൾ ചെയ്യേണ്ടതല്ല. അതാണ് അവിടെ ചെയ്യേണ്ടത്. സർക്കാരാണത് മുൻകൈ എടുത്തുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോൾ എല്ലാവരും അത് അംഗീകരിക്കുന്നു. ബാബരി മസ്ജിദ് നടന്നപ്പോഴും അതിലുണ്ടായത്. ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലം ഏറ്റവും വലിയ വഖഫ് ഭൂമിയാണ്. എന്നിട്ടും ആ പ്രശ്നം ഉണ്ടായപ്പോൾ ദേശീയ തലത്തിൽ ഉണ്ടായ മുസ്ലിം നേതാക്കൾ അവരെന്താ പറഞ്ഞത്? കോടതി തീരുമാനിച്ചോട്ടെ. കോടതിക്ക് വിട്ടുകൊടുക്കുകയാണല്ലോ ചെയ്തത്. കോടതി പറഞ്ഞു തൽക്കാലം അവിടെ ക്ഷേത്രം ഉണ്ടാകട്ടെ, മുസ്ലിങ്ങൾക്ക് അപ്പുറത്ത് പള്ളിയെടുക്കാം. അതിന് സ്ഥലം കൊടുത്തു. മുസ്ലിം നേതാക്കളും സംഘടനകളൊക്കെ എന്താ ചെയ്തത്? സ്വീകരിക്കല്ലേ ചെയ്തത്. അല്ല അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഒരു സമൂഹത്തിൻ്റെ, ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ സമാധാനവും ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ കെട്ടുറപ്പുള്ള ജീവിതവും അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത്തരം ചരിത്രങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളേണ്ട ചരിത്രങ്ങളാണ്. ഏത് സമൂഹത്തിൻ്റെയും സമാധാനം. ഹുദൈബിയ സന്ധി പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് തന്നെ അതിനെ വിമർശിച്ച സഹാബി വര്യന്മാർ തന്നെ ഉണ്ടല്ലോ. പക്ഷെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു ഏറ്റുമുട്ടലല്ല ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ആ സന്ധി കരാർ ഒപ്പിട്ടുകൊണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഉംറ പോലും നിർവഹിക്കാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതിൻ്റെ മതപരമായിട്ടുള്ള പ്രായശ്ചിത്തം അവർ ചെയ്തുകൊണ്ട്, ബലിയെടുത്തുകൊണ്ടും തല മുടനം ചെയ്തുകൊണ്ടും ഒക്കെ. ഇസ്ലാമിലെ എല്ലാത്തിനും ഒക്കെയുള്ള പരിഹാരങ്ങളുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവുകയല്ല വേണ്ടത്. സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ ഈ മദ്രസകൾ അതിവിടെ ഇല്ലാത്തൊരവസ്ഥകൾ ചിന്തിച്ചു നോക്കൂ. മദ്രസ ഇല്ലാത്ത പ്രദേശങ്ങൾ ലോകത്തുണ്ടല്ലോ. അവിടുത്തെ അവസ്ഥ എന്താണ്?
ദൂരേക്കൊന്നും പോകണ്ട, തമിഴ്നാടിൻ്റെ അതിർത്തി ഒന്ന് വിട്ടുപോയാൽ മതി. കർണാടകയിൽ ബാംഗ്ലൂരിനും അതുപോലെ മംഗലാപുരത്തൊക്കെ നമുക്ക് കുറേ മദ്രസകളൊക്കെ ഉണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ അവിടുത്തെ അവസ്ഥ എന്താണ്? സ്വന്തം സ്വത്വത്തെക്കുറിച്ച് തന്നെ അവർക്ക് അറിയുകയില്ല. അവർ ഏത് മതത്തിലാണ് എന്ന് തന്നെ അവർക്ക് അറിയുകയില്ല. പൊട്ടു തൊട്ട് ബാക്കിയുള്ള ചമയങ്ങളുമായൊക്കെ നടക്കുന്ന അവിടുത്തെ സഹോദരിമാരുണ്ട്. അവരേതാണ് ജാതി എന്ന് ഒരു ഒറ്റനോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇവിടെ ദാറുൽ അതിനൊക്കെ കീഴിലുള്ള പല സംരംഭങ്ങളിലും നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും. അവിടേക്ക് വയത് കേൾക്കാൻ വരുന്ന പെണ്ണുങ്ങളുണ്ട്. ആദ്യം വരുന്നവർ ഇതൊക്കെ തൊട്ട് ബാക്കി സമൂഹങ്ങളുടെ പോലെയുള്ള ആചാര വസ്ത്രധാരണ രീതികളൊക്കെയാണ് ആദ്യം വരിക. പിന്നീട് ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഏത് ഡ്രസ്സ് ധരിക്കണം, എങ്ങനെ വേഷവിധാനം വേണം, നിസ്കരിക്കണോ, നോൽമ്പ് വിൽക്കണോ, ശരീരശുദ്ധി ഏതെല്ലാം രീതിയിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് അവിടുത്തെ ആ സ്ത്രീകൾക്കൊക്കെ മനസ്സിലാക്കുന്നത്. ആണുങ്ങളുടെ സ്ഥിതിയും അത് തന്നെയാണ്. ഇവിടെ കാലങ്ങളായി ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്കതൊന്നും ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ല ഇങ്ങനെയൊക്കെ ലോകത്തുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കാണുന്നത് തന്നെ ഇതാണല്ലോ, ഈ സംവിധാനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു ബഹുസ്വര സമൂഹത്തിൻ്റെ ഐക്യത്തിലൂടെയാണ് നമുക്കിത് കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നത്, ഏറ്റുമുട്ടലുകളിലൂടെയല്ല. സമാധാനം നഷ്ടപ്പെടുത്താൻ എളുപ്പമുണ്ട്, നഷ്ടപ്പെട്ട സമാധാനത്തെ വീണ്ടെടുക്കാൻ അത് പിന്നെ കുറേ പ്രയാസമാണ്, വിചാരിച്ചമായി കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഉള്ള സമാധാനത്തെ നിലനിർത്തിക്കൊണ്ട് അതുതന്നെയാണ് മദ്രസയിലൂടെ നമ്മളെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സാംസ്കാരിക പഠനമാണ് നമ്മുടെ മുഅല്ലിമീങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രക്ഷിതാക്കൾക്ക് കഴിയും തോന്നുന്നില്ല. അപ്പോൾ യഥാർത്ഥ സംസ്കാരത്തിൻ്റെ സൃഷ്ടിപ്പാണ് മദ്രസകളിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മൾ മൗലവിമാർ എന്ന് വിളിക്കുന്ന നമ്മുടെ ആ സഹപ്രവർത്തകന്മാർ, അവരുടെ കാര്യത്തിൽ കൂടുതലായിട്ട് മാനേജ്മെൻറ്റുകളൊക്കെ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വളർച്ചയും ഉയർച്ചയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളുടെ കെണികളിൽ നിന്നും അള്ളാഹു നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും അതിനെയൊക്കെ സ്നേഹിച്ചും അതിനെ പരിപാലിച്ചും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്നവരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.